ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 8 ആണ്. ചാപ്റ്റർ 8 നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ കൂടിയാണത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലും ആസ് വെൽ ആസ് നമ്മുടെ എക്സാമിനേഷനൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് സെൻറ്റൻസിൻ്റെ ഒരു കൈൻഡ്സ് അഥവാ കാറ്റഗറി പഠിക്കാനുണ്ട്. So first of all, we are going to learn how many category of sentence are there in English language. Okay. So 4 തരം വാക്യങ്ങളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. നമ്മൾ കൺജങ്ഷൻ എന്ന ഒരു ചാപ്റ്ററിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. സോ വാക്യങ്ങളെ 4ആയി തരംതിരിക്കാം ഇംഗ്ലീഷിൽ. ഫസ്റ്റ് വൺ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. Second one, interrogative sentence. Third one, imperative sentence. And final one, exclamatory sentence. ഇനി ഫസ്റ്റ് വരുന്ന കാറ്റഗറി കൊടുത്തിരിക്കുന്നത് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. എന്താണെന്ന് നോക്കാം. എ സെൻറ്റൻസ് വിച്ച് അസർട്സ് ഓർ ഡിക്ലെയർസ് സംതിങ് ഈസ് കോൾഡ് an assertive or declarative sentence. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്നോ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നോ പറയുക. പലപ്പോഴും ഇത്തരം ഒരു സെൻറ്റൻസ് അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ചിഹ്നം വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്യങ്ങളെ വേഗം തിരിച്ചറിയാൻ കഴിയും. അസർട്ടീവ് സെൻറ്റൻസ് മേ ബി അഫർമേറ്റീവ്. ഈ പോസിറ്റീവിന് പറയുന്ന വേറൊരു പേരാണ് അഫർമേറ്റീവ്. അപ്പോൾ അഫർമേറ്റീവോ അതല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള വാക്യങ്ങളായിരിക്കും പിന്നെ അസർട്ടീവ് സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് എ ബിഗ് റൂം. ഇത് ഒരു വലിയ റൂമാണ്. ഹീ കംസ് ഹിയർ എവറി ഡേ. അയാൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. ദേ ആർ മേക്കിംഗ് കേക്ക്സ്. അവർ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നേരത്തെ കൊടുത്തതൊക്കെ അഫർമേറ്റീവ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോളൂ. ദിസ് ഈസ് നോട്ട് എ ബിഗ് റൂം. കണ്ടോ, നോട്ട് ചേർന്നു അവിടെ. ഹി ഡസ് നോട്ട് കം ഹിയർ എവറി ഡേ. ഓക്കെ, അവിടെയും നോട്ട് ചേർന്ന് കാണാൻ പറ്റും. വാക്യങ്ങൾ സാർ നോട്ട് ചേരുമ്പോൾ ഒരു ഓക്സിലറി വെർബിൻ്റെ കൂടെയാണ് നോട്ട് ചേരുക. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ദേ ആർ നോട്ട് മേക്കിംഗ് കേക്ക്സ്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾസ്. ഇനി നമുക്ക് സെക്കൻഡ് വൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ നോക്കാം. എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ആർ ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇതിലും പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഇതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 തരം ചോദ്യങ്ങൾ തന്നെയുണ്ട്. അതിൽപ്പെട്ട ഫസ്റ്റ് വൺ WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസിലും പോസിറ്റീവ് നെഗറ്റീവ് വരാം. ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അതിലും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നമുക്ക് ആദ്യം WH ക്വസ്റ്റ്യൻസിലെ പോസിറ്റീവ് ചോദ്യങ്ങളെ പരിചയപ്പെടാം. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിൽ യു കം? നിങ്ങൾ വരുമോ? ഇതൊക്കെ തന്നെ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻസിന് എക്സാമ്പിളാണ്. എന്നാൽ നെഗറ്റീവ് നോക്കും നിങ്ങൾ. ആർ യു, അടുത്തത് കേട്ടോ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കേണ്ടത്. അവിടെ നോക്കണം. ആർ യു നോട്ട് ഗോയിങ്? നിങ്ങൾ പോകുന്നില്ലേ? ഡോണ്ട് യു വാണ്ട് ടു സീ ഹിം? നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? വാണ്ട് ടു കം? നിങ്ങൾ വരില്ലേ? ഇത് നെഗറ്റീവ് ആയിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ. ഇനി WH ക്വസ്റ്റ്യനെ കുറിച്ച് അവിടെ കൂടുതൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി ഡെഫിനേഷൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ചോദ്യവാക്കുകളായിരിക്കും ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ മുഖമുദ്ര. ഓക്കെ, അതിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിൾ അവിടെ ഉണ്ട്. ഹു ഈസ് ദേർ? വിച്ച് ഡു യു പ്രിഫർ? വിച്ച് ഡു യു പ്രിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? വെൻ ഡു യു അറൈവ്? നിങ്ങൾ എപ്പോഴാണ് എത്തിച്ചേർന്നത്? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഹൗ ഈസ് യുവർ മദർ? നിങ്ങൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വൈ ആർ യു ലേറ്റ്? നിങ്ങൾ എന്താ വൈകിയത്? ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഇതൊക്കെ തന്നെ നമുക്ക് WH ക്വസ്റ്റ്യൻസ് എക്സാമ്പിളാണ്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യന് കൂടുതൽ എക്സാമ്പിൾ വരുന്നുണ്ട്. ക്യാൻ യു സ്വിം? ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും. അതന്നെയാണ്.
ആ ഓക്സിലറി വെർബ് ആരംഭത്തിൽ വരും. നോക്കൂ നിങ്ങൾ, ക്യാൻ യു സ്വിം, വിൽ ഹി കം ഏർലി. ക്യാൻ യു സ്വിം, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? വിൽ ഹി കം ഏർലി, അവൻ നേരത്തെ വരുമോ? ഡസ് ഹി നോ ഫ്രഞ്ച്, അവന് ഫ്രഞ്ച് അറിയാമോ? ഹാസ് ഹി കം, അദ്ദേഹം വന്നിട്ടുണ്ടോ? മസ്റ്റ് യു ഗോ, നിങ്ങൾക്ക് നിർബന്ധമായും പോകണോ? ഈസ് ഹി എ ഗൈഡ്, അവൻ ഒരു വഴികാട്ടിയാണോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ യെസ് ക്വസ്റ്റ്യൻസ്. ഇത് ഉൾപ്പെടുന്ന പിന്നെ ഇൻട്രോഗേറ്റീവാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, മൂന്നാമത്തെ കാറ്റഗറി വന്ന് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വാക്യങ്ങളാണ് എന്ത് പിന്നെ ഇംപറേറ്റീവ് സെൻറ്റൻസുകൾ. അതായത് ഇപ്പോൾ നമ്മളൊരു അഭ്യർത്ഥന, അപേക്ഷ, ഒരു ആജ്ഞാപിക്കൽ, അതൊക്കെയാണ് ഇതിൽ വരിക. ഹെൽപ്പ് മീ പ്ലീസ്, ദയവായി എന്നെ സഹായിക്കൂ, ഇതൊരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയാണ്, ഇതും ഇംപറേറ്റീവാണ്. ഇനി അടുത്ത് കമാൻഡ് ഉണ്ട്, കം ഹിയർ, ഇവിടെ വരൂ, ഇതൊരു കമാൻഡാണ്, ആജ്ഞയാണ്. അപ്പോൾ ആജ്ഞകളും അപേക്ഷകളുമാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഇനി മൂന്നാമതെന്ന് പറയുന്നത് എന്താണ്? നാലാമത് ഡി ആണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതായത് ആശ്ചര്യം, അത്ഭുതം, സർപ്രൈസ്, പ്ലഷർ, ആങ്കർ, പെയിന്, ഇതൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. ഞാൻ ഇവിടുത്തെ ആ ഇംഗ്ലീഷ് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ മലയാളം തന്നെയാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇത്തരം വാക്യത്തിൽ ഇത് വേർബ് നീഡ് നോട്ട് ബി യൂസ്ഡ്, വേർബ് വേണമെന്നില്ല, ഇല്ല തന്നെ നമുക്ക് എന്താ പറയുക, ഒരു വാക്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വാട്ട് എ പിറ്റി, എന്ത് കഷ്ടം, എന്ത് കഷ്ടം, ഒരു വേദനയിൽ നമ്മൾ പറയുന്ന, ഒരു മനോവേദനയിൽ പറയുന്ന ഒരു തരം ആശ്ചര്യവാചകമാണ് വാട്ട് എ പിറ്റി. അവിടെ നമുക്ക് വെർബ് കാണാൻ കഴിയില്ല. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡും എ എന്ന ആർട്ടിക്കിളും പിറ്റി എന്ന് പറയുന്ന ഒരു നൗണും മാത്രമേ കാണാൻ കഴിയുള്ളൂ, വെർബില്ല. വെർബ് വേണമെന്നില്ല. ഓക്കെ, ഇത്തരം വാക്യങ്ങളെ നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ വാക്യങ്ങളെ അവസാനത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഒരു ആശ്ചര്യചിഹ്നം അഥവാ എക്സ്ക്ലമേഷൻ മാർക്ക് കാണാൻ കഴിയും. എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, ഹൗ വണ്ടർഫുൾ, ഹൗ വണ്ടർഫുൾ അല്ലേ, എത്ര അത്ഭുതകരം. ഹൗ കോൾഡ് ഇറ്റ് ഈസ്, എന്തൊരു തണുപ്പാണ്. വാട്ട് എ റൂഡ് മാൻ, എന്തൊരു പരുക്കനായ മനുഷ്യൻ. വാട്ട് എ ഫസ് ഷീ മെയ്ഡ്, എന്തൊരു ബഹളമാണ് അവൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സ്ക്ലമേറ്ററി വാക്യങ്ങളാണ്. ഇനി ഈ 4 വാക്യങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് പിന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഒരു വാക്യം മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു വാക്യം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അതിന് നമ്മൾ ആദ്യം ഈ മാറ്റാനുള്ള വാക്യം അസർട്ടീവാണോ, പിന്നെ ഇൻട്രോഗേറ്റീവ് ആണോ, ഇംപറേറ്റീവ് ആണോ, പിന്നെ എക്സ്ക്ലമേറ്ററി ആണോ എന്ന് അറിയലാണ് നിർബന്ധം. ആദ്യം അത് അറിയണം. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ഒരു കാര്യം മാറ്റാൻ കഴിയില്ല. ശരിക്കും ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ അതേപോലെ, നമ്മൾ കേട്ട ആ രീതിയിൽ അതേപോലെ പറയുകയാണെങ്കിൽ അതാണ് പിന്നെ ഡയറക്റ്റ് സ്പീച്ച്. സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 9th-ലും 10th-ലും ഒക്കെ മലയാളം സെക്കൻഡുമായി ബന്ധപ്പെട്ട് ആഖ്യാന സംഭാഷണം, അതുപോലെ അനോഖാന സംഭാഷണം എന്നൊക്കെ നിങ്ങൾ എക്സാമിനും മറ്റൊക്കെ കേട്ടിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതാണ് ഈ ഫലത്തിൽ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അഥവാ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആഖ്യാന സംഭാഷണം, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അനോഖാന സംഭാഷണം. ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ അതേപോലെ പറയുമ്പോൾ അതാണ് ആഖ്യാന സംഭാഷണം, ഡയറക്റ്റ് സ്പീച്ച്. ഇനി ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ കേട്ട് നമ്മൾ പറയുന്ന പോലെ മാറ്റം വരുത്തി പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ അനോഖാന സംഭാഷണം. ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഓരോന്നിനും വ്യക്തമായ റൂൾസുകളുണ്ട്. അപ്പോൾ ആ റൂൾസുകൾ നമുക്കറിയുമ്പോഴേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മുടെ ചില PDF-കളിൽ, നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇനി പറയുന്ന ഭാഗം കാണാൻ കഴിയൂല. അപ്പോൾ നമ്മളിത് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയതായിരുന്നു. അപ്പോൾ ഈ ഭാഗം ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ PDF ആയിട്ട് അയക്കുന്നുണ്ട്. ബുക്കുകളിലില്ലാത്ത കുട്ടികൾ ഈ PDF നോക്കിയിട്ട് ഈ കാര്യം മനസ്സിലാക്കണം. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി.
കാരണം ഇതെടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റിലായിട്ടുള്ള പാർട്ട് എഴുതലും ആയി, അത് നന്നായിട്ട് പഠിയലും ആയി. ഓക്കെ, ആദ്യം ഹൗ ടു ചേഞ്ച് അസർട്ടീവ് ടെക്സ്റ്റ് ഫ്രം ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് അസർട്ടീവായിട്ടുള്ള വാക്യങ്ങളെ നമുക്ക് ആഖ്യാന സംഭാഷണത്തിൽ നിന്നും അനോഖ്യാന സംഭാഷണത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നോക്കാം ഡയറക്റ്റ് സ്പീച്ച്. ഒരു കുട്ടി പറയുകയാണ്, ദ ബോയ് സെഡ് ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് കേട്ടു, നമ്മൾ കേട്ടത് നമ്മൾ മാറ്റി പറയുമ്പോൾ അതാണ് അനോഖ്യാന സംഭാഷണം, ഇൻഡയറക്റ്റ് സ്പീച്ച്. എങ്ങനെ മാറ്റാൻ പറ്റും? ദ ബോയ് സെറ്റ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ട വാക്യം ഐ ലൈക്ക് ഐസ്ക്രീം എന്ന വാക്യം അസർട്ടീവാണ്. ഈ അസർട്ടീവ് വാക്യങ്ങളെ നമ്മൾ ഇതേപോലെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ദാറ്റ് ആരംഭത്തിൽ കൂട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പോൾ ദ ബോയ് സെറ്റ് ദാറ്റ്, കണ്ടോ? ഇനി ഐ എന്ന് പറഞ്ഞ, അപ്പം നമുക്ക് ആ ആൺകുട്ടി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവൻ എന്നാണ്, ഹീ എന്നാണ്. ഇനി നമ്മൾ ഈ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് എന്തൊരു കാര്യവും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ കംപ്ലീറ്റ് ടെൻസും പാസ്റ്റിലേക്ക് മാറ്റണമെന്നുണ്ട്. കാരണം പ്രസൻ്റായി വരുന്ന ടെൻസുകൾ മുഴുവൻ പാസ്റ്റാക്കി മാറ്റണം. അപ്പോൾ അവിടെ ലൈക്ക് എന്നുള്ളത് ലൈക്ക്ഡ് എന്നായി, ഇഷ്ടപ്പെട്ടു എന്നായി, ഐസ്ക്രീം മാറുന്നില്ല. അപ്പോൾ ദ ബോയ് സെഡ് ദാറ്റ് ഹി ലൈക്ക്ഡ് ഐസ്ക്രീം, അങ്ങനെയാണ് വരിക. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഈ ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വാക്യം നോക്കിക്കോളൂ. ഹീ ടോൾഡ് മീ, അവൻ എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറഞ്ഞു എന്നാവാം, പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആൻസർ ആക്കി മാറ്റി എഴുതുമ്പോൾ നമ്മൾ ആസ്ക്ഡ് എന്ന വെർബ് തന്നെ യൂസ് ചെയ്യണം. ടോൾഡ് എഴുതാൻ പാടില്ല. ഇനി അവിടെ ടോൾഡോ സെറ്റോ എന്തെന്നെ ആയാലും അത് ആസ്ക്ഡ് ആക്കി മാറ്റണം. കാരണം ചോദ്യങ്ങൾ പറയല്ല, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുക എന്നുള്ളത് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഈ ആസ്ക്ഡ് മീ. ഇനി വാട്ട് അതേപോലെ വരും. പിന്നെ ഈസ് യുവർ നെയിം എന്നുള്ളത് ഒന്ന് സ്ഥാനം മാറും. ആ ഈസ് യുവറിൻ്റെ അപ്പുറത്തേക്ക് പോകും. എന്നിട്ട് യുവർ ഈസ് നെയിം എന്ന രീതിയിൽ അതാണ് മാറുക. ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് നിന്റെ പേരെന്താണ്, നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു എൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ യുവർ എന്നുള്ളത് നിങ്ങളുടെ എന്നുള്ളത് എൻ്റെതായി മാറി. അപ്പോൾ യുവർ എന്നുള്ളത് മൈ, അല്ലെ? യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. അപ്പം നിങ്ങളുടെ പേരിൽ നിന്ന് അവൻ ചോദിച്ച കാര്യം നമ്മൾ വേറെ ഒരാളടുത്ത് പറയുമ്പോൾ യുവർ നിങ്ങളുടെ എന്നുള്ളത് എൻ്റേത് മൈ എന്നായിട്ട് മാറി. അപ്പോൾ വാട്ട് മൈ നെയിം, യുവർ നെയിം മൈ നെയിം എന്നായി. പിന്നെ ഞാൻ പറഞ്ഞു പ്രസൻറ്റ് കംപ്ലീറ്റ് പാസ്റ്റാക്കി മാറ്റണമെന്ന്. അപ്പോൾ ഈസ് എന്ന ആ വേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഈസ് എന്ന വേർഡ് എന്തായിട്ട് മാറും? വാസ് എന്നായിട്ട് മാറും. അപ്പോൾ ഹി ആസ്ക്ഡ് മീ വാട്ട് മൈ നെയിം വാസ്. കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കരുത്. അതുപോലെ ഇൻവേർട്ടർ കോമ ഒന്നും എഴുതാൻ പാടില്ല കേട്ടോ. ഫുൾ സ്റ്റോപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, റിപ്പോർട്ട് ചെയ്യേണ്ട ഡബിൾ ഇൻവെർട്ടർ കോമൻ്റെ അകത്തുള്ള ആ ഒരു വാക്യം അസർട്ടീവ് ആണോ, ഇമ്പരേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് തന്നെ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, WH ക്വസ്റ്റ്യൻ ആണോ, ഇനി ഇതൊന്നല്ല എക്സ്ക്ലമേറ്ററി ആണോ എന്ന് തിരിച്ചറിയാനുള്ള ആ കഴിവ് ഇവിടെ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ കേട്ടോ. അത് നോക്കുന്നു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. മൈ ഫ്രണ്ട് രാജു സെറ്റ് ടു മീ, എൻ്റെ ഫ്രണ്ടായ രാജു എന്നോട് പറഞ്ഞു. ഇതൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്നാവും പറയും, പക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കലാണ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൻസറിൽ നമ്മൾ ആസ്ക്ഡ് എന്ന വേർഡ് തന്നെ യൂസ് ചെയ്യണം. നോക്കൂ നിങ്ങൾ, വിൽ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കോ? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മാറ്റി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഡബിൾ ഇൻവെർട്ടർ കോമൻ്റെ അകത്തുള്ള വിൽ യു ഹെൽപ്പ് മീയെ നമ്മൾ സാധാരണ വാക്യമാക്കി മാറ്റണം. ഈ വില്ല് രണ്ടാമതും യു ഒന്നാമതും ആക്കി മാറ്റുമ്പോൾ അതൊരു സാധാരണ വാക്യമായിട്ട് മാറും. യു വിൽ ഹെൽപ്പ് മീ, യു വിൽ ഹെൽപ്പ് മീ. എന്നിട്ട് അതിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. അതിനെ വീണ്ടും മാറ്റാനുണ്ട്. എങ്ങനെ മാറ്റാം? മൈ ഫ്രണ്ട് രാജു ആസ്ക്ഡ് മീ. ഞാൻ പറഞ്ഞു സെറ്റ് എന്നുള്ളത് ആസ്ക്ഡ് എന്നായി മാറുന്നുള്ളത്. ഈ ആസ്ക്ഡിന് ശേഷം ടു സാധാരണ വരാറില്ല, അതുകൊണ്ട് ടു കൊടുക്കരുത്. ആസ്ക്ഡ് മീ. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ അസർട്ടീവിൽ പഠിച്ചു, രണ്ട് വാക്യങ്ങളെ അവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ദാറ്റ് ചേർക്കുന്നു പഠിച്ചു. ഇവിടെ അതിന് പകരം യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ഇഫ് ആണ്. ഇവിടെ ഇഫ് യൂസ് ചെയ്യണം. അപ്പോൾ മൈ ഫ്രണ്ട് രാജു ആസ്ക്ഡ് മീ ഇഫ്. ഇനി എന്താവണം? അപ്പോൾ നമ്മൾ യു വിൽ ഹെൽപ്പ് മീ എന്നുള്ളത് അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ അവനെ സഹായിക്കോ, നീ എന്നെ സഹായിക്കോ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാ? ഞാൻ അവനെ സഹായിക്കോ എന്ന് രാജു എന്നോട് ചോദിച്ചു, അങ്ങനെയാണ് പറയുക അല്ലേ? അപ്പോൾ ആ യു എന്നുള്ളത് ഐ എന്നാവും.
ഇനി ഞാൻ പറഞ്ഞു പ്രസന്റ് ഫുള്ള് പാസ്റ്റ് ആവും. അത് വില്ലൊക്കെ തന്നെ പ്രസന്റ് ഫോമോ ഫ്യൂച്ചർ ഫോമോ ഒക്കെ ആയി വരുന്ന വാക്കാണ്. അതിന്റെ പാസ്റ്റ് ആണ് വുഡ്. അതുപോലെ ഷാളാണെങ്കിൽ ഷാളിൻ്റെ ആണ് ഷുഡ്. അങ്ങനെ മാറണത്. അപ്പോൾ വില്ല് എന്തായി മാറും? വുഡായിട്ട് മാറും. ഇത്തരം മാറ്റങ്ങൾ ഇതിന്റെ ലാസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞുതരാം. അത് എഴുതി പഠിക്കണം. ഈ വില്ല് വുഡാവുന്നതും ഷാള് ഷുഡാവുന്നതും ഈസ് വാസാവുന്നതും നമ്മൾ വേറെ വേറെ കൊടുത്തിട്ടുണ്ട്, ചാർട്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ. ഇനി ഐ വുഡ് ഹെൽപ്പ് മീ എന്നുള്ള എന്തായി മാറി? ഹിം, അവനെ. നീ എന്നെ സഹായിക്കൂ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഞാൻ അവനെ സഹായിക്കുമോ, ഞാൻ അവനെ സഹായിക്കുമോ എന്ന് എൻ്റെ ഫ്രണ്ടായ രാജു എന്നോട് ചോദിച്ചു. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇമ്പറേറ്റീവ് ആയിട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആജ്ഞയും അപേക്ഷയും, കമാൻഡും റിക്വസ്റ്റും എങ്ങനെയൊക്കെ മാറ്റാന്നുള്ളതാണ്. രണ്ടും വേറെ വേറെ കൊടുത്ത് കാണാൻ കഴിയും. നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഹീ സെഡ്, അവൻ പറഞ്ഞു. ലൈ ഡൗൺ രാജു, രാജു താഴെ കിടക്കൂ. അപ്പോൾ രാജുവിനോട് പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? ഹീ കമാൻഡഡ്. സെഡ് എന്നുള്ളത് അതൊരു ആജ്ഞയായതുകൊണ്ട് ആജ്ഞാപിച്ചു എന്ന് പറയാൻ വേണ്ടി കമാൻഡഡ്. ഹീ കമാൻഡഡ് രാജു ടു ലൈ ഡൗൺ. അവിടെ ടു ആണ്. രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ടു ആണ് ചേർക്കുക. ദാറ്റിനും ഇഫിനും ഒക്കെ പകരം ടു ആയിരിക്കും ചേർക്കുക. ഇനി റിക്വസ്റ്റ് ആണെങ്കിൽ ഹീ സെഡ് പ്ലീസ് കം ഹിയർ, ദയവായി ഇവിടെ വരൂ. അപ്പൊ ഈ കാര്യം നമ്മൾ സെഡ് അല്ല ആൻസറിൽ കൊടുക്കുക. അപേക്ഷിച്ചു എന്ന് പറയാൻ വേണ്ടി റിക്വസ്റ്റ് ആണ് കൊടുക്കുക. ഹി റിക്വസ്റ്റഡ് ടു കം ദർ. അവിടെ ഹിയർ ഇവിടെ എന്നുള്ളത് അവിടെ നിന്നായി മാറും. ഈ മാറ്റവും അവസാനത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹി റിക്വസ്റ്റഡ് ടു കം ദർ. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള വാക്യങ്ങൾ എങ്ങനെ മാറ്റി എഴുതുക? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ. ഹീ സെറ്റ്, അവൻ പറഞ്ഞു. വാട്ട് എ ക്ലെവർ ഐഡിയ. എന്തൊരു സമർത്ഥമായ ആശയമാണിത്. അപ്പോൾ ഒരു നല്ലൊരു ആശയം കാണുമ്പോഴേ ആളിങ്ങനെ പറയുള്ളൂ. നമ്മൾ ആ കാര്യം അങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെ? അതൊരു നല്ല ആശയമായിരുന്നു, അങ്ങനെ എഴുതിയാൽ മതി. ഈ എക്സ്ക്ലൈംഡ്, അവൻ ആശ്ചര്യത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെയും സെറ്റ് മാറും. കാരണം എക്സ്ക്ലമേറ്ററി വാക്യങ്ങളെ തിരിച്ചറിയണം. ഒരു ആശ്ചര്യചിഹ്നം വേണം. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡബിൾ ഇൻവേർട്ടർ കോമൻ്റെ അകത്ത് ആശ്ചര്യചിഹ്നം കാണാൻ കഴിയൂല. നിർബന്ധമായിട്ട് ചിഹ്നം വേണം ക്വസ്റ്റ്യനിൽ കേട്ടോ, അപ്പോഴേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ എക്സ്ക്ലൈംഡ്, ആ സെറ്റിന് പകരം എക്സ്ക്ലൈംഡ് എന്ന വേർഡാണ് അവിടെ വരിക. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ക്ലെവർ ഐഡിയ. അത് വളരെ സമർത്ഥമായ ആശയമായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ ആശ്ചര്യത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതാണ് വരിക. ഓക്കെ. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പഠിക്കണം. നമ്മൾ എക്സാമിന് ഇവിടുന്ന് കൂടുതൽ പോർഷൻസ് ഒന്നും വരുന്നില്ലെങ്കിലും ജീവിതം എന്ന പരീക്ഷയിൽ ഒരു അധ്യാപികയുടെ ജീവിതം എന്ന പരീക്ഷയിൽ ഈ റിപ്പോർട്ടർ സ്പീച്ചിന് വളരെ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി നമുക്ക് ചേഞ്ചുള്ള പദങ്ങളെ നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ചേഞ്ചുള്ള പദങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. കണ്ടോ? ഈസും ആമും വാസായിട്ട് മാറും. ഹാസും ഹാവും ഹാഡായിട്ട് മാറും. ഡു ഡസ് ഡിഡായിട്ട് മാറും. വില്ല് വുഡായിട്ടും ഷാള് ഷുഡായിട്ടും മസ്റ്റ് ഹാഡ് ടു ആയിട്ടും ക്യാന് കുഡായിട്ടും മേ മൈറ്റായിട്ടും ദിസ് ദാറ്റായിട്ടും ദീസ് ദോസായിട്ടും ഹിയർ ദേറായിട്ടും നൗ ദെന്ന് ടുഡേ ദാറ്റ് ഡേ ടുമോറോ ദ നെക്സ്റ്റ് ഡേ. അത് ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി, ദാറ്റ് നൈറ്റ് അന്ന് രാത്രി, യെസ്റ്റർഡേ ഇന്നലെ, ദ പ്രീവിയസ് ഡേ, നെക്സ്റ്റ് ദ ഫോളോവിങ് ആയിട്ട്, എഗോ ബിഫോർ. ഇത്രയും മാറ്റങ്ങൾ അതിൽ കാര്യമായിട്ട് വരുന്നതാണ്. ഈ ഭാഗത്തുനിന്ന് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം വർക്ക് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. എന്തായാലും ഈ വർക്ക് ക്ലാസ്സുകളിൽ ചെയ്യും, പക്ഷെ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. നല്ലപോലെ ഈ ചേഞ്ച് വരുന്ന വാക്കുകളൊന്ന് എതിർത്തോളൂ. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കാര്യം കാണാൻ കഴിയില്ല. കാരണം ഇത് അഡീഷണലായി ചേർക്കപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ലൈവ് ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ, നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ഒന്ന് എഴുതിയെടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഓക്കെ. സോ ഇതോടുകൂടി നമ്മളെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.